അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖിയാമത്തിന്റെ ഒരു വലിയ അടയാളം ബൈത്തുൽ മുഖദ്ദസിൽ പൂർണ്ണമാകാൻ പോകുന്നു. ഇപ്പോൾ ജെറുസലേമിൽ ചുവന്ന കാളക്കുട്ടിയുടെ ബലി നൽകിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവന്നു കഴിഞ്ഞു. ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസിനോടൊപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഖിയാമത്തിന്റെ ആ വലിയ അടയാളം പൂർണ്ണമാകാൻ പോകുന്നുണ്ടോ? അതിൽ ബൈത്തുൽ മുഖദ്ദസിനെ ഇല്ലാതാക്കി അവിടെ തേർഡ് ടെമ്പിളിന്റെ നിർമ്മാണം നടത്തും. ഈ സമയം യഹൂദികൾ ഒരു വലിയ അടയാളത്തോട് അടുത്തിരിക്കുന്നു. അവരുടെ ചിന്തയനുസരിച്ച് ഇപ്പോൾ ആ സമയം അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ലോകമാകെ അവരുടെ ഭരണം സ്ഥാപിക്കപ്പെടും. ഹൈക്കൽ സുലൈമാനിയുടെ എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇതിന്റെ നിർമ്മാണത്തിൽ 2 ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെ സാധ്യമാകാതിരുന്നത്. പക്ഷേ 2025 തുടക്കത്തിൽ ഇസ്രായേലിന് റെഡ് ഹൈഫർ ചുവന്ന പശു ലഭിച്ചിരുന്നു. അത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ഈ ചുവന്ന കാളക്കുട്ടി എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേകം? ആദ്യം നിങ്ങൾ ഈ വാർത്ത കാണുക. അത് 4 ദിവസം മുമ്പുള്ളതാണ്, 8 ജൂലൈയിലേത്. അതിൽ നിങ്ങൾക്ക് 5 സെക്കൻഡിന്റെ ഒരു വീഡിയോ കാണാം. ഇത് ആ ചുവന്ന കാളക്കുട്ടിയുടെ ബലിയാണത് ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഈ വാർത്തയിൽ എഴുതിയിരിക്കുന്ന ഇസ്രായേലിൽ വളർത്തിയ ഒരു ചുവന്ന പശുവിനെ അതിന്റെ ശരീരത്തിൽ 2 കറുത്ത രോമങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ബലിക്ക് അയോഗ്യമാക്കി പ്രഖ്യാപിച്ചു. അതായത് ഇത് ബലിക്ക് യോഗ്യമല്ല. കാരണം അതിന്റെ മുകളിൽ 2 കറുത്ത രോമങ്ങൾ കണ്ടെത്തി. അതേസമയം യഹൂദികൾക്ക് ബലി നൽകേണ്ട കാളക്കുട്ടിയിൽ ഒരു രോമം പോലും വെളുത്തതോ കറുത്തതോ ആകരുത്. പറയപ്പെടുന്ന യഹൂദികൾ ഈ കാളക്കുട്ടിയുടെ ബലി നൽകാൻ പൂർണ്ണമായും തയ്യാറായിരുന്നു. പക്ഷേ ഒരു യഹൂദി പണ്ഡിതൻ ഈ ചുവന്ന കാളക്കുട്ടിയെ നല്ലവണ്ണം നോക്കി. വ്യത്യസ്ത നിറത്തിലുള്ള രോമം ഇല്ലേയെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് 2 രോമങ്ങൾ കാണപ്പെട്ടു. ഇതിന്റെ പരാമർശം ഈ റിപ്പോർട്ടിലും ചെയ്തിരിക്കുന്നു. 2 കറുത്ത രോമങ്ങൾ ആ യഹൂദി പണ്ഡിതന് ഈ ചുവന്ന കാളക്കുട്ടിയിൽ കാണപ്പെട്ടു. അതിനുശേഷം ഈ ബലി റദ്ദാക്കി. പക്ഷേയെങ്കിലും അവർ പ്രാക്ടീസിന്റെ രൂപത്തിൽ നിങ്ങൾ പറയാം, അഭ്യാസം ചെയ്യുന്നതിന് ഈ കാളക്കുട്ടിയെ ബലി നൽകി. ഇത് യഥാർത്ഥ ബലി നൽകുന്നതിന് മുമ്പുള്ളൊരു പ്രാക്ടീസ് മാത്രമാണങ്ങനെ. ഒരു ശുദ്ധമായ ചുവന്ന കാളക്കുട്ടിയുടെ ബലി നൽകുമ്പോൾ ഒരു തെറ്റും സംഭവിക്കാതിരിക്കാൻ. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബലി യഹൂദികൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടതും പ്രത്യേകവുമായത്? കാരണം ഹൈക്കൽ സുലൈമാനിയുടെ നിർമ്മാണത്തിന് മുമ്പ് യഹൂദികൾക്ക് പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരണത്തിനുള്ള ബലിയുടെ നിബന്ധനയാണ്. അതിനായി പുരാതന യഹൂദി പാരമ്പര്യമനുസരിച്ച് ബലിക്ക് ഒരു ചുവന്ന കാളക്കുട്ടി ആവശ്യമാണതിന്റെ ഒരു രോമം പോലും മറ്റൊരു നിറത്തിലുള്ളതോ തവിട്ടോ ആകരുത്. അവർ അത്തരം 5 പശുക്കളെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു കഴിഞ്ഞു. അത് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ നിശാനി വളരെ അടുത്തിരിക്കുന്നു. അത് പ്രകടമാകുമ്പോൾ ബലിക്ക് ശേഷം യഹൂദികളുടെ അഭിപ്രായത്തിൽ അവരുടെ തേർഡ് ടെമ്പിളിന്റെ നിർമ്മാണം ആരംഭിക്കും. ഇത് നിർമ്മിക്കപ്പെടേണ്ട സ്ഥലം കൃത്യമായി അതാണിപ്പോൾ മസ്ജിദുൽ അഖ്സ നിലനിൽക്കുന്ന സ്ഥലം. ഈ യുദ്ധവും പോരാട്ടവും തിടുക്കത്തിൽ എന്തിനാണ് നടത്തുന്നത്? കാരണം യഹൂദികളുടെ വിശ്വാസമനുസരിച്ച് ഹൈക്കൽ സുലൈമാനി നിർമ്മിക്കപ്പെടുന്നതുവരെ അവരുടെ മസീഹ് അഥവാ ദജ്ജാൽ ഈ ലോകത്ത് വരില്ല. ഹൈക്കൽ സുലൈമാനിയുടെ ഇത് 3ാമത്തെ നിർമ്മാണമാണ്. യഹൂദികൾക്ക് അന്തിമമായതിനായി അതിന്റെ മോഡലും തയ്യാറാക്കിയിരിക്കുന്നു. ലോകം കാണുന്നതെങ്ങനെയാണ് ആ അടയാളങ്ങൾ ഒന്നൊന്നായി പൂർണ്ണമാകുന്നത് എന്നവയെ അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന കാലത്തിനായി വിവരിച്ചത്. അള്ളാഹു ശത്രുക്കളുടെ അക്രമങ്ങളെ തൊട്ട് നമ്മെ കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.